ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1ൻ്റെ പേരെന്താണ്? ദ വാംത്ത് ഓഫ് ലവ് അല്ലേ? ദ വാംത്ത് ഓഫ് ലവിലെ ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഫുൾ ചാപ്റ്ററും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അത് നമ്മൾ നമ്മൾ ആ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിസ്സിങ് ഹാൻഡ് മാത്രമല്ല, ആ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ടോട്ടൽ മാർക്ക് 25 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ ആണ്. എന്താണ് വായിച്ചിട്ട് ആ ഒരു പാരഗ്രാഫ് തന്നിട്ട് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് അല്ലേ? അതായത് കിസ്സിങ് ഹാൻഡ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചെറിയൊരു പാരയാണ് ഇവിടെ തന്നിരിക്കുന്നത്, പാരഗ്രാഫ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 5 ചോദ്യത്തിന് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്കിത് വായിക്കാം. പാസേജ് എന്താണെന്ന് വായിക്കാം. Read the passage from the Warmth of Love, chapter 1, The Kissing Hand, and answer the question. എന്താണ് പാസേജ്? Chester Raccoon didn't want to go to school. He thought it would be too scary. His mother kissed his palm and said, "Whenever you miss me, just press your hand to your cheek and feel my kiss." Chester felt much braver. First question, why didn't Chester want to go to school? എന്തുകൊണ്ടാണ് ചെസ്റ്ററിന് സ്കൂളിൽ പോകണ്ടെന്ന് പറയാൻ കാരണം എന്താ? രണ്ടാമത്തെ ചോദ്യം, what did his mother do to comfort him? അപ്പോൾ അവനെ കംഫർട്ട് ആക്കി വെക്കാൻ, അവന്റെ പേടിയൊക്കെ പോകാൻ വേണ്ടി അമ്മ എന്താണ് ചെയ്തത്? മൂന്നാമത്തെ ചോദ്യം, what magical thing did she promise Chester his palm could do? എന്ത് മാജിക്കൽ തിങ് ആണ് നടക്കുന്നതാണ് അമ്മ പറഞ്ഞത്, അമ്മ പ്രോമിസ് ചെയ്തത് ചെസ്റ്ററിന്? കയ്യിൽ അമ്മ എന്ത് ചെയ്തു? കയ്യിൽ എന്താ ചെയ്തത്? അമ്മ കിസ് ചെയ്തു അല്ലേ, പാമിൽ. അതായത് നമ്മുടെ ചെസ്റ്റർ റാക്കൂണിന്റെ പാമ്പിൽ കിസ് ചെയ്തിട്ട് അമ്മ എന്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, അപ്പൊ മാജിക്കൽ തിങ് നടക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ പറയുകയാണ് അല്ലേ. അപ്പൊ എന്ത് നടക്കുന്നതാണ് അമ്മ പറഞ്ഞത്? നാലാമത്തെ ചോദ്യം, ഡിഡ് ഇറ്റ് ഹെൽപ്പ് ഹിം? ഹൗ ഡു യു നോ? അപ്പൊ അവനത് സഹായമായോ? അമ്മ പറഞ്ഞ പോലെ ചെയ്തത് അവന് ഹെൽപ്പായോ? അവനെ പേടി പോകാൻ സഹായമായോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അഞ്ചാമത്തെ ചോദ്യം, ഫൈൻഡ് 1 noun and 1 verb in the passage. പാസേജിന് ഒരു നൗൺ വേർഡും ഒരു വെർബും കണ്ടെത്തിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങളാണ് കേട്ടോ, 5 ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് തരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് കമന്റ് ചെയ്യുക, നമ്മൾ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ലെസൺ. എന്താണ്? അതായത് നമ്മൾ ഇവിടെ വിട്ടുപോയ വാക്കുകളാണ് ഫിൽ ചെയ്യേണ്ടത് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ചെസ്റ്റർ ഫെൽറ്റ് ഡാഷ് വെൻ ഹിസ് മദർ കിസ്ഡ് ഹിസ് പാം. 7th ക്വസ്റ്റ്യൻ, ഹി പ്രസ്ഡ് ഹിസ് ഹാൻഡ് ടു ഹിസ് ഡാഷ്. ആൻസർ എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിന് ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്ത ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ. 7th ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ സെന്റൻസ് ടു പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്, ഇതൊക്കെ ഗ്രാമർ സെക്ഷൻ ആണ് കേട്ടോ. പാസ്റ്റ് ടെൻസിലേക്ക് ഈ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ചെസ്റ്റർ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. 8th ക്വസ്റ്റ്യൻ, മാച്ച് ദ വേർഡ്സ് വിത്ത് ദെയർ ഓപ്പോസിറ്റ്സ്. ഈ വേർഡ്സ് നമ്മുടെ ചാപ്റ്ററിലുള്ള വേർഡ്സ് ആണ്. ഈ വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രേവ്, സ്കാരി. ഓക്കെ, ആൻഡ് റൈറ്റ് ദ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോംസ് എഴുതാനാണ് പറയുന്നത്. റാക്കൂൺ, സ്കൂൾ, ഇതിന്റെ പ്ലൂറൽ ഫോംസ് എഴുതുക. അത് സിംഗുലർ ഫോം ആണ്, അതിന്റെ പ്ലൂറൽ ഫോംസ് എഴുതുക. ഓക്കെ, 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സെക്ഷൻ സി, creative writing. In the creative writing, imagine you feel scared to do something like Chester did. Chesterന് സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു അല്ലേ? അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടി ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക.
Write 4 to 5 sentences about what will make you feel safe. അപ്പോൾ ആ കാര്യം ചെയ്യാനായിട്ട്, ആ പേടി പോകാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും അതേക്കുറിച്ച് ഒരു 4-5 സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ പേടി ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ശരിക്കും ഇപ്പോൾ പേടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്തെങ്കിലും ഇപ്പോൾ ചെസ്റ്റിന് സ്കൂളിൽ പോകാൻ പേടി, അതേപോലെ ഓരോന്ന് ചെയ്യാനൊക്കെ പേടിയുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ നിങ്ങൾക്ക് പേടി, ആ ഭയം, ആ ഫിയർ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പൊ അതിനെ കുറിച്ചാണ് 4-5 സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് ഒന്നിനും പേടിയില്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക, ഒരു കാര്യം പേടിയുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് എഴുതാനാണ് പറയണത് കേട്ടോ. ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ എഴുതണം. 11th question, write a short paragraph, 4 to 5 sentences, title A Special Kiss, describing how someone showed you love and made you feel brave. സ്പെഷ്യൽ കിസ് എന്ന ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4 to 5 സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടിനും 3 മാർക്കാണ്. ടോട്ടൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ സി. അടുത്ത സെക്ഷൻ ഡി എന്താ, ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മൾ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. 4 പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. 12th question, who is Chester Raccoon and what is his problem? ആരാണ് ചെസ്റ്റർ റാക്കൂൺ, എന്താണ് അവന്റെ പ്രശ്നം. 13th question, why is a mother's kiss called the kissing hand? എന്തുകൊണ്ടാണ് അമ്മയുടെ kissing hand എന്ന് പറയാൻ കാരണം എന്താണ്. 14th question, what lesson or message does the story give us? എന്ത് ലെസൺ ആണ് നമുക്ക് ഈ കഥ വായിച്ചപ്പോൾ മനസ്സിലായത്. 15th question, pick 2 new words from the lesson and write each in a sentence of your own. എന്ത് ചെയ്യാനാ പറയുന്നത്, നമ്മുടെ പാഠത്തിലെ ഏതെങ്കിലും, നിങ്ങൾ കുറേ ന്യൂ വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവില്ലേ, തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും 2 ന്യൂ വേർഡ്സ് സെലക്ട് ചെയ്തിട്ട് ആ ന്യൂ വേർഡ്സ് റിലേറ്റ് ചെയ്തിട്ട് പുതിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എളുപ്പമല്ലേ. നമ്മുടെ സെക്ഷൻ ഡി. അപ്പം 4 സെക്ഷനിലായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യാതെ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ടുകൾ വരും. അപ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് അവിടെ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്